ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി കോളിഫ്ലവർ കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. കോളിഫ്ലവർ പൊട്ടറ്റോ ഡ്രൈ കറിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. പിന്നെ നിങ്ങൾ എപ്പോഴും ഈ കോളിഫ്ലവർ കിട്ടിയ ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. അത്രയും ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, നാൻ, പൊറോട്ട, അതുപോലെ തന്നെ ഈവൻ റൈസിൻ്റെ കൂടെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനാദ്യം നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കണം. അതിന് വേണ്ടി ഒരു 3 നല്ല പഴുത്ത തക്കാളി. അപ്പോൾ നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ പുളിക്ക് അനുസരിച്ച് നിങ്ങൾ തക്കാളിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നല്ല പഴുത്ത തക്കാളിയാണ്. 2 പച്ചമുളക്, പിന്നെ ഈ ഒരു കഷ്ണം ഇഞ്ചി, ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ ആ ഒരു വലുപ്പത്തിലുള്ള കഷ്ണം ഇഞ്ചിയും കൂടി വേണം. ഈ തക്കാളി ഇതേപോലെ മുറിച്ചിട്ടിട്ട് ഇത് 3ഉം കൂടിയിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് ഒരു 3 ഉരുളക്കിഴങ്ങാണ്. സാമാന്യം വലുപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ നുറുക്കി വയ്ക്കുക. പിന്നെ വേണ്ടത് 1/2 കിലോ കോളിഫ്ലവറാണ്. അപ്പോൾ കോളിഫ്ലവർ ക്ലീൻ ചെയ്യുക ആദ്യം. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ഇപ്പോൾ ഫ്രഷായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കാര്യമായിട്ട് ഇങ്ങനെ പെസ്റ്റിസൈഡ്സ് ഉണ്ടാവില്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവാം. കാരണം ഇതിൽ പെട്ടെന്ന് ഈ വേംസൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ അത് നമ്മൾ പിന്നെ നല്ല വെള്ളത്തിലിട്ടിട്ട് കഴുകണം. പിന്നെ ഈ വേംസിനെ കളയാൻ വിനീഗർ ഇട്ട വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ വേംസിനെ കളയാൻ പറ്റും. പക്ഷേ ചൂടുള്ള വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെങ്കിൽ ചൂടുള്ള വെള്ളത്തിലിടുമ്പോൾ വെള്ളത്തിൻ്റെ ചൂട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുഴു ഉണ്ടെങ്കിൽ അത് ചത്തിട്ട് ആ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ തന്നെ, ഫ്ലോററ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വല്ലാതെ ചൂടുള്ള വെള്ളത്തിലൊന്നും ഇട്ട് കഴുകരുത്. ലൈറ്റ് ചൂട് കുറച്ച് ഉപ്പിട്ടിട്ട് അങ്ങനെ കഴുകി എടുത്തു കഴിഞ്ഞാൽ ആ കീടങ്ങളൊക്കെ വരും, പുറത്തേക്ക് വരും. അപ്പോൾ അത് ഞാൻ നല്ല വൃത്തിയാക്കി വെച്ച കോളിഫ്ലവറാണത്. അപ്പോൾ അതാ കടായിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചാൽ ആദ്യം ഈ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു 3-4 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് വറുക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അത്രയും എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് വല്ലാതെ അങ്ങനെ കുറേ വറുക്കണ്ട. എന്നാലും കുറച്ചൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഗ്രേവിയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. പിന്നെ കോളിഫ്ലവറിന് ഒരു തരം ഒരു ടേസ്റ്റ്, ചില ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ആ ചെറിയൊരു സ്മെല്ലുണ്ട്, അത് ഇഷ്ടപ്പെടില്ല. അപ്പം ഇങ്ങനെ ചെയ്താൽ പിന്നെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറ് ആവുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ലേശം ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയും ചേർത്തിട്ട്, അപ്പോൾ ഉപ്പ് ചേർക്കുന്ന അതുകൊണ്ട് എന്താ വെച്ചാൽ അപ്പോൾ അതിന്ന് ആ വെള്ളം ഇറങ്ങി വരുമ്പോൾ അത് ഒപ്പം കുക്കാവും കൂടിയും ചെയ്യും, ഫ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ 2 പ്രോസസ്സും ഒരേ സമയത്ത് നടക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഗുണം. ഇത് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് കാസ്റ്റ് അയൺ കടായിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുണ്ടാവും, ഒട്ടും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാസ്റ്റ് അയൺ കടായിൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ലേശം ഉപ്പ് ഇങ്ങനെ വെതറിയിട്ട് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നോൺ സ്റ്റിക്ക് പോലെ തന്നെ പ്രവർത്തിക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഇട്ടാൽ മതി. അപ്പോൾ ഈ കടായി ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കടായിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കാവുന്നതാണ്. നല്ല സൂപ്പർ കടായിയാണത്. ഇപ്പോൾ ഇതാ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റുകയാണ്. അടുത്തത് ഈ ഉരുളക്കിഴങ്ങ് ഇതേപോലെ വറുത്തെടുക്കണം. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് മുറിച്ചിരിക്കുന്നത്. വല്ലാതെ വലിയ കഷ്ണമല്ല, എന്നാൽ വല്ലാതെ ചെറുതുമല്ല, ആ ഒരു രീതിയിൽ. ഇനി അതും കൂടി ഇട്ടിട്ട് ഇതേപോലെ തന്നെ വറുത്തെടുക്കുക. ഉരുളക്കിഴങ്ങ് ഇടുമ്പോഴും കുറച്ച് ഉപ്പിടുക, അപ്പോൾ അത് വെന്ത് കിട്ടും. പിന്നെ ഒന്ന് അടച്ച് വേവിക്കുക കേട്ടോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ അത് ഒരു 80% ഒക്കെ അത് വേവിച്ചെടുക്കുന്നതാണ്. നമുക്ക് പിന്നെ കറി ഉണ്ടാക്കാൻ എളുപ്പം അതാണ്. ഇപ്പോൾ ഇതാ ഒരു 4-5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് വേവും ഇപ്പോൾ കിട്ടുന്ന ഉരുളക്കിഴങ്ങൊക്കെ. അപ്പോൾ ഇത് ഇത്രയും വറക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി, അപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വറക്കേണ്ട എണ്ണയിൽ വെച്ചാൽ ഒരാവശ്യമില്ല. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അടച്ചു വെച്ച് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാവാം. ഈ കാസ്റ്റ് അയൺ കടായിലാവുക കാരണം ഈ കറിക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റും ഉണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണയിലേക്ക്
ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ജീരകം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു 2 ചെറിയ കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 6 കരയാമ്പൂ ഇട്ടിട്ടുണ്ട്, ക്ലൗസ് അതിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 പട്ട ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞതും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾസിലൊക്കെ ഉപ്പ് ചേർത്ത കാരണം ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. പിന്നെ കുറച്ച് കായം, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായത്തിൻ്റെ ആ പൊടി കുറച്ച് ചേർക്കണം. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കോളിഫ്ലവറൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ ഗ്യാസിൻ്റെ ഒന്നും പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനും പിന്നെ നല്ല ടേസ്റ്റ് കിട്ടാനും ഈ കായത്തിൻ്റെ പൊടി ചേർക്കുന്നു. ഒരു ലേശം ചേർക്കുന്നുണ്ട്, ഒരു വലിയ നുള്ള് കേട്ടോ. കായം ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫ്ലേവറൊന്നും വേറെ അറിയാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി. എപ്പോഴും മസാല കൂടുതൽ ഇടാതെയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 1.25 ടീസ്പൂണാണ് മല്ലിപ്പൊടി. പിന്നെ ഒരു ലേശം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി അതൊന്ന് വഴറ്റുക. അതിൻ്റെ റോ ടേസ്റ്റൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പ്, തക്കാളി അരപ്പ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. എണ്ണ ഒന്ന് തെളിയുന്ന വരെ അതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണ്ടേ. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഇത് കൂടി ചേർക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നെയ്യ് ഹെൽത്തിനും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നെയ്യും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഞാൻ ഈ 3/4 വറുത്ത് വെന്ത ആ ഒരു വെജിറ്റബിൾസും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഒന്നത് അടച്ചു വെക്കണം. അപ്പോൾ ഒരു ലേശം കൂടിയും കുക്കാവാണ്ടല്ലോ, അത് ഈ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് സോഫ്റ്റ് ആവേണ്ടത് വെച്ചാൽ അത്രയും. ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. കോളിഫ്ലവർ ആ ഫ്ലോററ്റ്സ് ഒന്നും പൊട്ടിപ്പോകരുത്. ആ ഒരു രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. എന്നാൽ ഓവറായിട്ട് കുക്കായിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഓവറായി കുക്ക് ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. പിന്നെ ആ കോളിഫ്ലവറൊക്കെ അതിൻ്റെ ആ ഷേപ്പിൽ തന്നെ കിടക്കണം. അപ്പോഴാണ് അതിനാ ഒരു ടേസ്റ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഇവിടെയൊക്കെ ഇത് ഡാബ സ്റ്റൈൽ ഒരു പിന്നെ എന്താ പറയുക കോളിഫ്ലവർ കറിയാണത്. നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ ഉണ്ടാക്കി നോക്കും, അപ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി അവസാനം നമുക്ക് ഗരം മസാല ചേർക്കണം. അപ്പോൾ നമ്മൾ ഹോൾ ഗരം മസാല കുറച്ച് ചേർത്ത കാരണം വളരെ കുറച്ചാണ് ഗരം മസാല ഇതിലേക്ക് ചേർക്കണ്ടു. ഒരു 1/4 ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഗരം മസാല ചേർക്കുക. അപ്പോൾ ഗരം മസാലയും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്രേ വേണ്ടൂ. കുറേ നേരം ഗരം മസാല ഇട്ടിട്ട് കുക്ക് ചെയ്യരുത്. ഗരം മസാല ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ 1 മിനിറ്റ് മതി. അതുകൊണ്ടാണ് അവസാനം ഗരം മസാല ചേർക്കുന്നത്. ഞാൻ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇതിൻ്റെ മീതെ വിതറിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി പിന്നെ പച്ച ഇഞ്ചി കേട്ടോ നീളത്തിൽ അരിഞ്ഞത്. അത് തികച്ചും ഓപ്ഷനിലാണ്, ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് മല്ലിയില കൂടി വിതറിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ട, നാൻ എന്തിൻ്റെ കൂടി ഇത് നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.